നോക്കത്തെ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി കേട്ടോ. ഇതാണ് വണ്ടിയില്ലേ? നോക്കാം നമ്മള്. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി. ഇത് പേര് നല്ല വണ്ടിയാണ്, നല്ല വണ്ടിയാ. അതെ, ഇത് വേറെ പ്രശ്നം ഉണ്ട്, വേറെ പണി എടുക്കാണ്ട് എവിടെയാ പണി അങ്ങനെ എടുക്കാണ്. ഇതൊക്കെ വർഷോപ്പ് 4-5 പിന്നെ ഗ്യാസ് ബെൽറ്റാണ് പൂശിയാൽ മതി. പഴയ മോഡലാകുമ്പോ നമ്മള് പറ്റുന്നത് നോക്കാം. പഴയ മോഡലാകുമ്പോ വലിയൊരു സുഖമില്ല. പഴയ മോഡലാകുമ്പോഴേ വണ്ടി എടുക്കുമ്പോ എന്താ നമുക്ക് കുറച്ചൊരു മോഡലില്ല, നമുക്ക് നടക്കൂല. നോക്ക് ചോദിച്ചോക്ക്, നല്ല അന്വേഷിച്ചോക്കെ. ഏതായാലും വർഷോപ്പ് കൊണ്ടുപോയാൽ പോരെ, വെള്ളാമ്പുറത്തോ. ഏതായാലും ചോദിച്ചോക്കെ, നമുക്ക് എത്ര റേറ്റും കാര്യം ചോദിച്ചോണ്ടോ ആദ്യം, എന്നിട്ട് നമ്മള് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ഇതൊക്കെ പിന്നെ നല്ല കട്ടിയിലും പൊട്ടിട്ടാ മതി. എന്നിട്ട് പിന്നെ പൈൻ്റ് അടിച്ചാ പോരെ. പൊട്ടിട്ട് വേറെ പ്രശ്നം, കുറച്ചൊക്കെ അളമേലും പറഞ്ഞു ഒരാളെ കുഴപ്പം. ഇത് ഇവിടെ എല്ലാം പൊട്ടിട്ടിട്ട് അല്ലാണ്ട് കട്ടില് മഞ്ഞ കുഴപ്പമില്ല. ഇത് കുറച്ച് ചിലപ്പോ ഇങ്ങനെ വണ്ടി ചെറുക്കി, നമുക്ക് ലോഡ് വണ്ടിക്കുള്ള വണ്ടിയാണ്. അപ്പൊ ചെറുക്കാണ് ലോഡ് വരുമ്പോ ഇരുന്നത് അങ്ങനെ പൊട്ടി പോയി ഇത് നോക്ക്. ഏതായാലും അല്ല നമ്മളെ ആചാരമുള്ള തന്നെ. അല്ല റാഫി, ആചാരം അറിയില്ല? അയാള് ലോക ഇറക്കുണ്ടാക്കണം. അയാൾ ആചാരം വിളിച്ചോ? അയ്യോ, ഞാൻ അറിയില്ല. നിങ്ങളെ നാട്ടില് നമ്മളിപ്പോ അറിയില്ലാതെ അയാൾ ആരും ആചാരം വിളിച്ചില്ല. കാണണ്ട. അയാൾ ഞാനും ഒരു ഉടക്കിയതാണ്. അപ്പൊ അയാൾ എന്നെ കാണണ്ട. നിങ്ങൾ കണ്ട് സംസാരിച്ചോളി. ആയിക്കോട്ടെ, പോലെ അവിടെ നിൽക്കട്ടോ, ഞാൻ സംസാരിച്ചു വിട്ടോ. ഞാനിവിടെ ഒരു വണ്ടി വെക്കാൻ വന്നതാ. ഈ വണ്ടി ഇപ്പൊ നമ്മളെ സ്ഥലത്ത് പറയാതെ നിർത്തുന്നത് അത് നിങ്ങൾ പറഞ്ഞത്. പറയില്ല മനുഷ്യന്മാര്. ഇപ്പത്തെ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്. വെയില് കട്ടണം. അല്ല എങ്ങോട്ട് അതിലങ്ങോട്ട് നടന്നു ഇവിടെ കാണുന്ന സ്ഥലമൊക്കെ ഉണ്ടതല്ലേ? ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് ആ മോളൊക്കെ ഉണ്ട്. ഒരു 4 ഏക്കർ 5 ഏക്കറൊക്കെ ഉണ്ടാവും. കണ്ടമാനം സ്ഥലം ഉണ്ടോ? ഞാൻ 86 അജിനായത് പിന്നെ അജിന വയ്ക്കണ അവിടെ കൂടിയേക്കാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് പോയി ഉണ്ടാക്കിയേക്കറല്ലേ? അവിടെ ഉണ്ടാക്കിയതാണ്. ശരി. അല്ല ആചാര്യ, എന്താ നിങ്ങളെ ഞാൻ കാണുമ്പോൾ നിങ്ങൾ കുപ്പാടാതെ ഇങ്ങനെ ഒരു തോട്ടും കുപ്പായും വലിയനും തോളിട്ട് ഇങ്ങനെ നടക്കലാണ്, അതെന്താ സംഭവം? അതിന്റെ അടുത്ത് ഞാൻ പറയണ്ടപ്പോ, കുപ്പായം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കുപ്പായിട്ട ബസർപ്പ് ഉണക്കും, പിന്നെ അത് തിരുമ്പണം, പിന്നെ അത് ഉണങ്ങണം. സർപ്പിനും സാബുവിനൊക്കെ ബലനക്ക് അറിയില്ലപ്പോ, പിന്നെ അങ്ങനെയാണ് ഒഴിവാക്കിയ ഞാനത്. ഇപ്പൊ ഇടലില്ല. എവിടെയെങ്കിലും ഒക്കെ കല്യാണം ഉണ്ടാകുമ്പോ അപ്പൊ പോയാലോ. അപ്പൊ ഇടാതൊക്കെ പോകാൻ വെച്ചല്ലോ നമ്മളെ അല്ലേ? കല്യാണത്തിന്റെ കേസാകുമ്പോഴേ ആള് കൂടുന്ന സ്ഥലല്ലേ, അങ്ങനെ സ്ഥലത്തേക്ക് പോകുമ്പോ കുഴപ്പമില്ല. അതാണ് സംഭവം അല്ലേ? എങ്ങനെ ഈ അജ്ജിന് പോയ കുറെ ആൾക്കാര്, പണ്ടത്തെ ആൾക്കാരെ കണ്ണന്മാരൊക്കെ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കണത്? പൈസ ഉണ്ടാക്കണം എങ്ങനെ? ഞാനിപ്പോ എന്റെ ഒരു 5 കൊല്ലം ഞാൻ ഗൾഫിൽ എന്റെ ഒരു പേരന്റെ പൈതിയുടെ അവിടെ കിടക്കുക, അതുവരെ ഒന്നും മുഴുവനായിട്ടില്ല. എങ്ങനെ ഓരോരുത്തർക്ക് സംഭവിക്കും നടക്കണത്? അത് 86 നമ്മള് ഹജ്ജിന് ഇങ്ങനെ പോകുമ്പോ കപ്പല്ല പോണത്. അന്ന് എന്നോട് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മളെ ബേപ്പൂര് തുറമുഖത്ത് കണ്ട് ഇവിടെ നിന്നാണ് പോകും ഞങ്ങള്. ഞങ്ങൾ ഇവിടുന്ന് അടിയന്തരമൊക്കെ കഴിച്ചിട്ട് അന്നത്തെ കാലത്ത് പോവുക. അങ്ങനെ ബേപ്പൂരിന്ന് ഇവിടുന്ന് പിന്നെ ആദ്യം അടിയന്തരം കഴിച്ചു പോവാ. അന്നത്തെ കാലത്ത് അങ്ങനെ അടിയന്തരം കഴിച്ചു. അതിന് കപ്പലല്ലേ പോണത്, സംഭവിച്ച പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മുന്നേ അഡ്വാൻസ് ആയിട്ട് നിങ്ങള് ചെയ്തു പോകും അല്ലേ? അങ്ങനെ നമ്മൾ ചെയ്തു പോകും, അടിയന്തരം കഴിച്ച് പോകും. അതോ ഭയങ്കര രസാ. ബേപ്പൂരിന്ന് കപ്പലിൽ എല്ലാവരും കയറ്റും. എന്നിട്ട് ഇവിടുന്നാണ്ട് തള്ളുക അങ്ങോട്ട് കപ്പല്. അതിലാകാണ്ട് പോകും ഒരു പോക്ക്, ഒറ്റ തള്ളലാണ് പോര് പോക്ക് അല്ലേ? അങ്ങനെ അതില് പിന്നെ അവിടെ എത്തി. അതില് കഴിച്ചില്ല, അവരൊക്കെ കഴിച്ചില്ലായി. അവിടെ എത്തിപ്പെട്ടവര് അവിടെ എത്തിപ്പെട്ടവര് കഴിച്ചില്ലായി അന്നത്തെ കാലത്തുള്ളവര്. ഇങ്ങനെ കപ്പലൊക്കെ പോയി അവിടെ എത്തി ഉണ്ടായി കഴിഞ്ഞ പിന്നെ തിരിച്ചു വരുമ്പോ എങ്ങനെ പോരാ? തിരിച്ചു വരുന്നത് ഒരു സംഭവമാണ്, വലിയ കാര്യമാണത്. അന്നത്തെ കാലത്ത് തിരിച്ചു വരുന്നത് ഞങ്ങൾ വിമാനത്തിലാ. തിരിച്ചു വരുന്ന വിമാനത്തിലെ വരും അല്ലെ? വിമാനത്തിൽ ഇങ്ങനെ വരും. അന്ന് വായുദൂത് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ആ വിമാനത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരിക. അന്ന് കരിപ്പൂർ വിമാനത്താവളം ഉണ്ടാക്കിയ കാല തുടക്കത്തിലാണത്. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങള് വിമാനത്തിൽ വരും. അതിന് മുമ്പ് നമ്മളോട് അറബി പറയും, ഒരു 8 കിലോ സ്വർണ്ണുണ്ട്, ഒരു 10 കിലോ സ്വർണ്ണുണ്ട്, വാങ്ങി കൊണ്ടേക്കോ വീരാനെ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെത്താട്ടും അതൊരു കീസിൽ പോയിട്ട് വിമാനത്തിലാണ്ട് നമ്മൾ ഇരിക്കുമ്പോ വിമാനത്തിന്റെ സീറ്റിന് ചോട്ടിലാണ്ട് വെക്കും. എന്നിട്ട് പറയാ എന്റെ അടുത്തുണ്ട് പിന്നെ സലാം കുരിക്കള മകന് എന്റെ സീറ്റിന്റെ തൊട്ടടുത്ത് മറ്റേ മരക്കാരുട്ടി ഇവിടെ ഞാനിവിടെ സീറ്റിന്റെ ചോട്ടിലാവുണ്ടല്ലോ. അതിൽ വിമാനം ഇങ്ങനെ പൊന്തിയിട്ട് ഇങ്ങനെ നുറുക നിർത്തുമ്പോഴേക്കാരം അതിലുള്ള ഒരു ഹെയർ സൂസ് പറഞ്ഞ പേരുണ്ട്.
ഇതിലുള്ള പെണ്ണുങ്ങൾക്ക് എയർ സൂസാണെന്ന് പറയല് ഉടനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ഇന്ന വലിയ കാര്യമാണ്. എന്താ അങ്ങനെ നിങ്ങളെ എന്നും നിന്റെ മാതിരി ചുറ്റി ചുള്ളുന്നല്ലോ അന്നൊക്കെ എന്റെ യുവത്തല്ലേ ചുള്ള ചെക്കനേക്കാറല്ലേ. ആ അന്ന് ചുള്ളും ചെക്കനാ. അതില് ഇവരെത്തോട്ടും പിന്നെ ഇങ്ങനെ കണ്ണവർക്ക് ഈ എയർ സൂസ് തന്നെ ആ പെണ്ണുങ്ങൾക്ക് എന്റെ മുഖത്തൊരു കണ്ണാ. അതില് ഇത് ഇന്റെ ഈ ഇരുത്തിക്കണ മരക്കാരുട്ടിക്ക് പറ്റൂല. അസൂയ അതിലോ എന്നോട് പറയും അതിന്റെ സാധനം ഞാൻ ഒട്ടുകൊടുക്കും. നിങ്ങളെ പഠിപ്പിക്കുക. എന്നെ പേടിപ്പിച്ച. അപ്പൊ ഞാനൊരു പൊന്നിട്ട് എത്തറിയോ ഇങ്ങനെ പൊന്തിട്ട് ഇങ്ങനെ മംഗലാപുരത്ത് ഇങ്ങനെ എത്താൻ നേരത്തെ കാരം പൈലറ്റ് അതിന്റെ ഡ്രൈവറുണ്ട്. അതിനകത്തെ പൈലറ്റോ അങ്ങനത്തെ ഒരു പേര് അന്ന് ആ പേരല്ല അതിന് മാറ്റമില്ല. മംഗലാപുരം എത്തിക്കണ് ബീരാൻകുട്ടിയാക്ക ചായ കുടിച്ചാണെങ്കിൽ ചായ കുടിച്ചാൽ റെഡി ആയിക്കോളി. ആ ഡ്രൈവർ വിളിച്ചു പൈലറ്റ്. അപ്പൊ അയാൾക്ക് ഇന്റെ ചായ ആക്കി കിട്ടണം. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ചായ ഇന്റെ വകയാണ് ചായ ഉണ്ടാവില്ല. ഞാൻ ആദ്യം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ചായ അങ്ങ് കൊടുക്കും. അങ്ങനെ വിമാനം മംഗലാപുരത്ത് ഇറങ്ങി ഞങ്ങളൊക്കെ ചായ കുടിച്ച് ഈ മരക്കാരിന്റെ ചായ അടിച്ചൂല. ഓരന്നും കണ്ണുകടി ചായ കുടിച്ചാതെ പറ്റി മനസ്സിലായി ഇപ്പൊ എങ്ങനായാലും ഒറ്റെടുക്കും. അങ്ങനെയാണല്ലോ നമുക്ക് മനസ്സിലാക്കാലോ ഓരോരുത്തരെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് മരക്കാർ ഇങ്ങനെ നിൽക്കുക. അതില് ഇച്ച് മനസ്സിലായി. അതിൽ ഞങ്ങൾക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വിമാനം കയറി മംഗലാപുരത്ത് നിന്ന് വില്ലും ചാട്ടാക്കി വിമാനം ഇങ്ങനെ പൊന്തിയപ്പോ ഒരു 2 മണിക്കൂറായപ്പോ പറഞ്ഞു കോഴിക്കോട് എത്താനായിക്കണ്. എയർപോർട്ട് എത്താനായിക്കണ്. എല്ലാരും കരുതി നോളിയാറോ. അങ്ങനെ കരിപ്പൂരിങ്ങനെ പോവുകയാണ് കേട്ടോ. എത്താ നേരത്ത് ഇതിപ്പോ വിമാനം തിരിച്ചലോട് അന്നൊന്ന് തിരിച്ചല് നമ്മളെ മഞ്ചേരി ആദ്ന അങ്ങനെ പോയി വണ്ണാമ്പ്രം അങ്ങനെ പോയിട്ട് മഞ്ചേരിക്കട പോകും. എന്നിട്ട് അവിടുന്ന് എങ്ങാണ്ട് തിരിച്ചലാ. ഞാൻ കണ്ടു അവിടെ തിരിച്ചു തന്നെ കണ്ടു. അപ്പൊ ഇന്റെ പള്ളനുള്ളിൽ കാളിലുണ്ട് ഈ ഓനെ പേടിയാ. അതില് പിന്നെ അന്നൊക്കെ നമ്മള് വരുമ്പോ കത്ത് ചെയ്തും അപ്പൊ അതില് അങ്ങനെ വിമാനം അങ്ങോട്ട് പോയാലോ മഞ്ചേരിക്ക്. നിങ്ങൾ പറഞ്ഞു തിരിച്ച് അപ്പൊ ബിരിയാമ പെരിന്നല്ല ഇറങ്ങിക്കണ ബിരിയാമേ എന്റെ കെട്ടുകളെ പേര് അങ്ങനത്തെ കാലത്തോട് ബിരിയു ഓരോരുത്തർ ഇങ്ങനെ ബിരിയാമ വിളിച്ചും ഒക്കെ കഴിഞ്ഞു തൊഴിഞ്ഞ് മോറിങ്ങനെ ആയിണല്ലോ ഒക്കെ ബിരിയാമ അപ്പൊ അതിന്റെ അർത്ഥം പറഞ്ഞോളെ. അങ്ങോട്ട് പോയപ്പോ തന്നെ ബിരിയാമ നേരെ കോട്ടമ്മക്ക് പോഞ്ഞു. അതിൽ ഞാനൊരു പണിയാട്ടി ഇവന്റെ ഇങ്ങനൊക്കെയല്ലേ ഞാൻ ഒന്നും കൽപ്പിച്ച് വിമാനത്തിന്റെ അടുത്ത് ഞാൻ എടുത്താട്ടി ഈ ജനാദ രണ്ടും കൽപ്പിച്ച് ഒറ്റ തുറക്കലാ. തുറന്നിട്ട് ഇങ്ങനെ നീച്ചിട്ട് ഈ കീസ് നേരെ അടി ഇങ്ങനെ വെച്ചെടുത്തു. അതിൽ ബിരിയാമ ഇങ്ങനെ വാങ്ങിയിട്ട് പോയി. എന്റെ ഉള്ളിൽ കൂടെ എന്തോ ഒരു കുളിർമ എനിക്കറിയോ. അതാണ് അതില് കരിപ്പൂര് എന്നാണ് ഇറങ്ങി വിമാനം ഇറങ്ങിയപ്പോ ഈ എയർ സൂസാണ്ട് ചില ആൾക്കാർ കണ്ണെന്ന് ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരുന്നേ. വീരാങ്ക ഇപ്പൊ ഇറങ്ങാണല്ലോ ഇപ്പോഴൊന്നും കാണൂല. അത് ഇവ ഈ പോത്തിന് കണ്ടൂടാ. അസൂയ തന്നെയാണ്. അങ്ങനത്തെ ഒരു കാലം. അങ്ങനെ ഞാൻ ഈ മുതലൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞപ്പോ അവിടക്കത്തും പോലും പിടിക്കൂല. ഓരോ സാധനം അറിയണില്ല. സാധനം ഇവിടെ ബിരിയാമ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ കുറെ ഉണ്ടാക്കി നിങ്ങള് അല്ലേ? അങ്ങനെ ഉണ്ടാക്കിയാണ് ഇപ്പൊക്കെ. ശരി, അങ്ങനെയാണ് പറമ്പിന്റെ ചുരുക്കി പറഞ്ഞ കഥകളൊക്കെ അല്ലേ? ശരി. കുട്ടികൾക്കൊന്നും വിളിച്ചത് പണിക്കാരുണ്ട്. പണിക്കാരുണ്ട്. ശരി. ബിരിയാമ ബിരിയാമ ഇതിന് കഞ്ഞിന്റെ അടുത്തോ കൂട്ടാൻ അവിടെ ആ താളിയും കൊടുന്നിച്ചില്ലേ ഞാനവിടെ. 2 പണിക്കാരുള്ളൂ. 2 കണ്ട മുറിച്ചാണ്ട് അതിന്റെ നടുവിടെ മുറിച്ചാളാ. അതിൽ ഒരു കണ്ട മുറിച്ചാൽ മതി. എന്നിട്ട് നടു മുറിച്ചാൽ 2 ഉണ്ടാക്കാം. എന്നിട്ട് കഞ്ഞിന്റെ എടുക്ക്. പയർപ്പേരൊന്നും വേണ്ട, ഒന്നും വേണ്ട. കഞ്ഞി ഉണക്കലിന്റെ കണ്ടും മതി. അതിനെ വമ്പ നടുക. മുണ്ടാ വയ്ക്കുക ചോർന്ന് പയറ്
റാഫിയെ അയാള് പോയി അയാള് ടോപ്പ് വിറ്റ അയാള് മോനെ പെരുന്തള്ളും സംഭവിച്ച് പറഞ്ഞ കറക്റ്റാണ്. അയാള് കഞ്ഞിക്ക് പണിക്കാർക്ക് കഞ്ഞി കൊടുക്കണില്ല കൂട്ടാന് ഉണക്കൽ തള അതൊരു 10 കണ്ടാക്കി കൊടുക്കാൻ അയാൾ പറയണേ. അയാള് സംഗതി പേര് ഇറക്കണം പറഞ്ഞ കറക്റ്റാ. വെറുതെ അല്ല അയാൾക്ക് പേരിട്ട് എന്തിറക്കണ അയാളല്ലേ. ചെങ്ങായി വിമാനത്തിന്റെ ഡോർ ഇത് ജനാല തുറക്കാൻ പറ്റില്ല. ഡോർ വെക്കാണ്ടല്ലോ അയാള് ലോകല അയാള് സംഭവം പറഞ്ഞ കറക്റ്റ്. ഞാൻ ഒറിജിനലായിട്ട് നമ്മള് വിശ്വസിച്ചേ അതാ സംഭവിച്ചത്. അയാൾക്ക് ഒരു പണിണ്ട്. അയാൾക്ക് ചായയില് വിമ്മേൽക്ക് കൊടുക്കണം. അയാളെ ഡോർ ഉറക്കലും തുറക്കാൻ പറ്റില്ല. പിന്നെ അതിന്റെ ജനാലും തുറക്കാൻ പറ്റില്ല. അയാള് പെരുന്തള്ളാണ് കേട്ടോ. അയാൾ പെരുന്തള്ള. അയാള് ഇജൊരു കാര്യം ചെയ്യ്. ഇത് നമുക്ക് വണ്ടി നമുക്ക് വേറെ തന്നെ പോയേക്ക്. ഇത് വേറെ നോക്കാം. എന്നിട്ട് കോലില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. അത് നോക്കാം നമ്മള്. അത് വട്ടമ്പ നോക്കാം. അത് വട്ടമ്പ തരുവാ. ഇത് അവിടെ അങ്ങാടിത്തെ മറ്റേ പോയേക്ക്.